ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം IFRS എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, നാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും. അപ്പോൾ നാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നതാണ് AS അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, പിന്നീട് അതാണ് IND-AS ആയിട്ട് മാറിയത്. ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്ന ആ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്തെല്ലാമാണ് അതിൻ്റെ ഫങ്ഷൻസ് എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്, അല്ലെങ്കിൽ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ലോകത്ത് മുഴുവനും ഒരുപോലെ ഒരു യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന ഒബ്ജക്റ്റീവോട് കൂടിയിട്ടാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് IAS എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഇഷ്യൂ ചെയ്യുന്ന സ്ഥാപനമാണ് IASC, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി. ദെൻ ഈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി എന്തായിട്ട് മാറി? ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡായിട്ട് ബോർഡായിട്ട് മാറി. അവരാണ് IFRS ഇഷ്യൂ ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അറിയപ്പെട്ടിരുന്നത് എന്താണ്? ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് IAS എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അത് IFRS ആയിട്ട് മാറി. ഓക്കെ, ഇനി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് IFRS എന്നുള്ളതാണ്. IFRS ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. IFRSൻ്റെ ഫുൾ ഫോമാണ് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. കമ്പനി അക്കൗണ്ട്സ് അതുപോലെ തന്നെ ബിസിനസ് അഫെയേഴ്സ് എല്ലാം എന്താണ്? ഗ്ലോബൽ ലെവലിൽ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവാനും അത് അങ്ങോട്ടും ഇങ്ങോട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഗ്ലോബൽ ലെവലിൽ അക്കൗണ്ടിങ്ങിന് ഒരു യൂണിഫോമിറ്റി വരുത്തുക, അതുപോലെ തന്നെ കമ്പാരിസൺ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് IFRS ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. IFRS കൂടുതലും ആപ്ലിക്കബിൾ ആവുന്ന സിറ്റുവേഷൻ ഒരു കമ്പനിക്ക് മറ്റു രാജ്യങ്ങളിൽ ഒരുപാട് ബ്രാഞ്ചസ് അല്ലെങ്കിൽ സബ്സിഡിയറീസ് ഉള്ള കേസിലാണ് IFRSൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്. നമുക്കറിയാം, അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവുമ്പോൾ ഓരോ ബ്രാഞ്ചസും ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊരു കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഒരു യൂണിഫോം ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് വന്നാലാണ് നമുക്ക് ലോകരാജ്യങ്ങളിലുള്ള ഡിഫറെൻറ്റ് കമ്പനീസ് തമ്മിൽ കമ്പയർ ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. അപ്പം അതിനാണ് IFRS വന്നിട്ടുള്ളത്. IFRS എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പിൾ ബേസ്ഡ് സ്റ്റാൻഡേർഡാണ്. അതായത് ഒരുപാട് നാളത്തെ എക്സ്പെരിമെൻസിന് ശേഷം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ചില പ്രിൻസിപ്പിൾസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ് IFRS സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. IFRS ഇഷ്യൂ ചെയ്യുന്ന ആ അതോറിറ്റി എന്ന് പറയുന്നത് IASB ആണ്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്. പിന്നെ നമ്മൾ പറഞ്ഞു IFRS IAS ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതായത് IAS ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി ഇഷ്യൂ ചെയ്തിരുന്ന IAS റീപ്ലേസ് ചെയ്തിട്ടാണ് IFRS വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. IFRS എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. അത് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? IASB ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. ലോകത്ത് മുഴുവനും അക്കൗണ്ടിങ് പ്രോസസ്സിന് ഒരു യൂണിഫോമിറ്റി വരുത്തുക, ഈസി കമ്പാരിസൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് IFRS ഇൻട്രൊഡ്യൂസ് ആയിട്ടുള്ളത്. അടുത്തതായി നമുക്ക് IFRSൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഫീച്ചറാണ് IFRS എന്ന് പറയുന്നത് എന്താ? ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. ലോകത്തെല്ലായിടത്തും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്, IFRSൽ വരുന്നത്. രണ്ടാമത്തെ ഫീച്ചറാണ് IFRS എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ബേസ്ഡ് ആണ്, നോട്ട് റൂൾ ബേസ്ഡ്. അതായത് ഒരു കാര്യത്തിന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടും അങ്ങനെ പറയുന്ന ഒരു റൂളല്ല IFRS. ഒരുപാട് വർഷം ഒരുപാട് കാലത്തെ എക്സ്പെരിമെൻസിന് ശേഷം
ഡെവലപ്പ് ചെയ്തിട്ടുള്ള ചില പ്രിൻസിപ്പിൾസാണ് IFRSലുള്ളത്. നമ്മൾ പറഞ്ഞു ഇത് ഡെവലപ്പ് ചെയ്യുന്നത് IASB ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. ഇത് ലോകത്ത് മുഴുവനും ഒരുപോലെ ആപ്ലിക്കബിൾ ആവുന്ന ഒരു യൂണിഫോം ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് IFRS. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്ത് മുഴുവനും അക്കൗണ്ടിങ് പ്രോസസ്സിന് ഒരു യൂണിഫോമിറ്റി അല്ലെങ്കിൽ ഒരു ഹാർമോണൈസേഷൻ പോസിബിളാണ് IFRSലൂടെ. ഓക്കെ, അപ്പോൾ ഫീച്ചേഴ്സ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതായി നമുക്ക് നോക്കാം IFRSൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് IFRS ഫോസ്റ്റേഴ്സ് ട്രാൻസ്പാരൻസി. നമുക്ക് ട്രാൻസ്പാരൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിസ്ക്ലോസ് ടു ഓൾ എന്നുള്ള മീനിങ് ആണ് ട്രാൻസ്പാരൻസി. അപ്പോൾ ഇതൊരു ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതെന്താണ് അതിൻ്റെ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ആർക്ക് വേണമെങ്കിലും ലോകത്തുള്ള ഏത് ഓർഗനൈസേഷൻ്റെയും ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് ആക്സസബിൾ ആണ്. അതിന് നമുക്ക് 100% വിശ്വസിക്കാനായിട്ടും സാധിക്കും. ഇവിടെ ട്രാൻസ്പാരൻസി ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ലോകത്തെ എവിടെയുള്ള ഓർഗനൈസേഷനിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതൊരു 100% ഗ്യാരണ്ടി IFRS പ്രൊവൈഡ് ചെയ്യാണ്. നമുക്ക് അവിടുത്തെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ഈസിലി കമ്പയർ ചെയ്യാം. അതിനുശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഓർഗനൈസേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് IFRS പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആണ് ടു ദ എക്കണോമി. നമുക്കറിയാം IFRS ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണെന്ന് പറയുമ്പോൾ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഇവിടെ വന്നിട്ട് എന്താണ് വിത്തൗട്ട് എ റിലക്റ്റൻ്റ് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരുപാട് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇതിലൂടെ നടക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് ഇന്ത്യയിലൊക്കെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യും. ബിക്കോസ് വി ആർ ഫോളോയിങ് IFRS. അപ്പോൾ IFRS ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ എന്താണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളായിട്ടുള്ള ബിസിനസ് ഡെവലപ്മെൻറ്റും കൂടും. അത് എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയുന്നത് IFRS ഓൾസോ ഹെൽപ്സ് ഇൻവെസ്റ്റേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ ആ രാജ്യം IFRS ഫോളോ ചെയ്യുന്ന രാജ്യമാണോ എന്ന് നോക്കി നമുക്ക് എടുക്കാം. IFRS ഫോളോ ചെയ്യുന്ന രാജ്യമാണെങ്കിൽ അവർ 100% ആക്യുറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും ഫോളോ ചെയ്യുക. അത് നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ചാണ് അവർ ഫോളോ ചെയ്യണതെന്ന് ഈസിലി കമ്പയറബിളും ആണ്. അതുകൊണ്ട് തന്നെ അത് ഇൻവെസ്റ്റേഴ്സിനും വളരെ നല്ലതാണ്. IFRS ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണോ എന്ന് നോക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇവിടെ നമ്മൾ പറഞ്ഞു IFRS ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് IASB ആണെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഇത് കൂടാതെ IASBന് ഏത് തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ഇതിനകത്ത് ആഡ് ചെയ്യണം, സ്റ്റാൻഡേർഡ്സ് ഉൾക്കൊള്ളിക്കണം, അതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ പേരാണ് IFRS ഇൻ്റർപ്രിട്ടേഷൻസ് കമ്മിറ്റി, IFRSIC. IFRS ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസൊക്കെ വരാണെങ്കിൽ ആ ഇഷ്യൂസ് വരാതിരിക്കാനും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് എടുക്കുന്ന ആ കമ്മിറ്റിയാണ് IFRS ഇൻ്റർപ്രിട്ടേഷൻസ് കമ്മിറ്റി. ഇനി ഇതിൻ്റെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും IASB ആണ്. ഇവർ ഗൈഡൻസ് കൊടുക്കും IASBക്ക്. IASB ആണ് IFRS ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബട്ട് പലതരത്തിലും IASBനെ ഹെൽപ്പ് ചെയ്യുന്ന അതിൻ്റെ അടിയിൽ വരുന്ന ഒരു അഡ്വൈസറി കമ്മിറ്റിയാണ് ആക്ച്വലി IFRIC. IFRIC എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താലും അത് IASB അപ്രൂവ് ചെയ്തിരിക്കണം. ഇതിനകത്ത് 14 വോട്ടിംഗ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. പല രാജ്യങ്ങളിൽ നിന്ന് പല പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ളവരായിരിക്കും. യൂഷ്വലി എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പബ്ലിക് വോട്ടിങ്ങിന് ഇടും ഏത് തരത്തിലുള്ള IFRS പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ. എന്നിട്ട് ആ പബ്ലിക് വോട്ട് ഒരു മെജോറിറ്റി പോർഷൻ കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇവരെന്ത് ചെയ്യുക IASBക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫൈനൽ അപ്രൂവൽ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും IASB ആയിരിക്കും. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. IFRS എന്താ, ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അത് ഇഷ്യൂ ചെയ്യുന്നത് IASB ആണ്. അവരുടെ അഡ്വൈസറി കമ്മിറ്റിയാണ് IFRSIC. ഓക്കെ, ഇനി നമുക്ക് 2 രീതിയിൽ ഒരു രാജ്യത്ത് IFRS ഇംപ്ലിമെൻ്റ് ചെയ്യാം. ഒന്ന് അഡോപ്ഷൻ അല്ലെങ്കിൽ കൺവെർജൻസ്. ഇനി അഡോപ്ഷൻ മെത്തേഡോ അല്ലെങ്കിൽ കൺവെർജൻസ് മെത്തേഡോ യൂസ് ചെയ്തിട്ടാണ് യൂഷ്വലി നമ്മൾ IFRS ഒരു
ഓർഗനൈസേഷനിൽ ഒരു രാജ്യത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ അഡോപ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫുള്ളി കോപ്പി ചെയ്യണേനെയാണ് നമ്മൾ IFRS അഡോപ്ഷൻ എന്ന് പറയുക. കൺവേർജ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളി കോപ്പി ചെയ്യാതെ IFRSൻ്റെ പ്രിൻസിപ്പിൾസിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് ഒരു രാജ്യത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണേനെയാണ് നമ്മൾ കൺവേർജൻസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അഡോപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ഇപ്പോൾ നമ്മളെന്താണ് IASB IFRS ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അത് അതുപോലെ തന്നെ ഫുള്ളി കോപ്പി ചെയ്യുകയാണെങ്കിൽ അത് IFRS അഡോപ്ഷൻ. ഓക്കെ, അപ്പോൾ IFRS അഡോപ്ഷൻ മീൻസ് അഡോപ്ഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആസ് ഇറ്റ് ഈസ് വിത്തൗട്ട് ചേഞ്ച്. ഒരു ചേഞ്ചും ഇല്ലാതെ IASB ഇൻട്രൊഡ്യൂസ് ചെയ്ത അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അഡോപ്ഷൻ. എന്നാൽ കൺവേർജൻസ് എന്ന് പറഞ്ഞാലോ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് എ കൺട്രി കൺവേർജ്ഡ് വിത്ത് IFRS. അതായത് ചില ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ രാജ്യത്തിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, IFRSനെ ഫുള്ളി കോപ്പി ചെയ്യാതെ ചെയ്യുന്നതിനെയാണ് IFRS കൺവേർജൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ കൺവേർജ് ചെയ്തിട്ടാണ് IFRS ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ചില ചേഞ്ചസ് നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ വരുത്തിയിട്ട് IFRSനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ IFRS കൺവേർജ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇന്ത്യയിൽ IFRS കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണതിനെയാണ് IND AS എന്ന് പറയുന്നത്, IND AS. ഓക്കെ, അത് നമുക്ക് പിന്നീട് പഠിക്കും IND AS എന്താണെന്നുള്ളത്. അപ്പോൾ IFRS കൺവേർജ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് IND AS. ഓക്കെ, ഇനി ഇത് നമ്മൾ പറഞ്ഞു IFRS അഡോപ്ഷന് എക്സാമ്പിളാണ് ബംഗ്ലാദേശിൽ നമ്മൾ ഈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇഷ്യൂ ചെയ്യുന്ന IFRS ഫുള്ളി കോപ്പി ചെയ്തിട്ടാണ് ബംഗ്ലാദേശിൽ യൂസ് ചെയ്യുന്നത്. എന്നാലും നമ്മളത് കൺവേർട്ട് ചെയ്ത് ചില ചേഞ്ചസ് വരുത്തിയിട്ട് ഇന്ത്യയിൽ IND AS ആയിട്ട് IFRSനെ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അഡോപ്ഷനും കൺവേർജൻസും മനസ്സിലായല്ലോ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് എഴുതി വയ്ക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പേരെല്ലാം തന്നെ പഠിക്കണം, അതിൻ്റെ ഫങ്ഷൻസും എല്ലാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.